ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ സഹപാഠിക്ക് നേരെ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. മകളുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനെത്തിയ മാതാപിതാക്കൾക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിക്കുന്നതിനിടയിലാണ് മറ്റ് വിദ്യാർത്ഥികളുടെ മുഖത്തും സ്പ്രേ പതിച്ചത്. തുടർന്ന് 10 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി. നിതിൻ, ബൈസൺ വാലിയിലെ സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലാണ് സഹപാഠിക്ക് നേരെ വിദ്യാർത്ഥി ഇങ്ങനെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത്. അക്രമകാരിയാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? മാതാപിതാക്കൾ സ്കൂളിലെത്തിയതുൾപ്പെടെ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? രതീഷ്, ഈ ബൈസൺ വാലി ഗവൺമെൻറ് സ്കൂളിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഈ സ്കൂളിൻ്റെ മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് സംഭവിക്കുന്നത്. ഈ സ്കൂളിലേക്ക് വിദ്യാർത്ഥി വരികയായിരുന്നു. ഈ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ തന്നെ മറ്റൊരു വിദ്യാർത്ഥിനിയുമായുള്ള അടുപ്പം ചോദ്യം ചെയ്യാനായിട്ട്, സൗഹൃദം ചോദ്യം ചെയ്യാനായിട്ട് എത്തിയ മാതാപിതാക്കൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്ന സമയത്താണ് അവിടെ സമീപത്തുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ മുഖത്തേക്കും ഈ പെപ്പർ സ്പ്രേ പറ്റുന്നത്. ഈ പെപ്പർ സ്പ്രേ പറ്റിയ വിദ്യാർത്ഥികൾ എല്ലാം +1 +2 വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ ഉടനടി തന്നെ ഛർദിയും മറ്റ് നമ്മുടെ ഈ സ്കിന്നിലൊക്കെ അലർജി പോലെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇവരെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നും ഒരു 5 വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട വന്നു, ഒരു മരുന്നിൻ്റെ അഭാവം മൂലം. അപ്പോൾ അത്തരത്തിൽ ഇപ്പം കുട്ടികളുടെ എല്ലാം നില ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെല്ലാം അലർജി മാറി തുടങ്ങുന്നുണ്ട്. അതീവ ഗൗരവതരമായ സംഭവമല്ലേ? ഈ വിദ്യാർത്ഥി, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ ആയി വരുന്നു. എന്തിനാണ് ഈ പെപ്പർ സ്പ്രേ കൊണ്ടുവരുന്നത് എന്നതാണ് ഒന്നാമത്തെ സംശയം. വളരെ ഗൗരവമായ സംഭവത്തിൽ അധ്യാപകരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഈ സ്കൂളിൽ സാധാരണ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? സ്കൂളിൽ മുമ്പ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷേ ഈ വിദ്യാർത്ഥി എന്തിനാണ് സ്കൂളിലേക്ക് ഈ പെപ്പർ സ്പ്രേയുമായിട്ട് കടന്നു വരുന്നത്? അതുപോലെ തന്നെ ഈ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനായിട്ട് എത്തിയ മാതാപിതാക്കൾ അവർ സ്കൂളിൽ വന്ന് സംസാരിക്കാതെ സ്കൂളിന് പുറത്തു വെച്ചിട്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ വിദ്യാർത്ഥിക്കും, അതായത് ഈ പെപ്പർ സ്പ്രേയുമായി കടന്നു വന്ന ഈ വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും, പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇരു കൂട്ടർക്കുമെതിരെ രാജാക്കാട് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ CCTV മറ്റ് കാര്യങ്ങളും പരിശോധിച്ച് മേൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഈ രാജാക്കാട് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതികരണങ്ങൾ തേടിയപ്പോഴും ഇത്തരത്തിൽ ഈ കുട്ടി എന്തിനാണ് പെപ്പർ സ്പ്രേയുമായിട്ട് സ്കൂളിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ ഇത് മുമ്പും ഇത്തരത്തിൽ പെപ്പർ സ്പ്രേയുമായി തന്നെയാണോ ഈ വിദ്യാർത്ഥി കടന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പെപ്പർ സ്പ്രേ ഏറ്റ വിദ്യാർത്ഥികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മാതാവിൻ്റെ കയ്യിലും ഒരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. ഈ വിദ്യാർത്ഥികളുടെ നിലയൊന്ന് ഓക്കെ ആയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ അതീവ ഗൗരവതരമായ സംഭവമാണ് ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിന് മുന്നിൽ ഇന്ന് രാവിലെ അരങ്ങേറിയത്.